ഹായ് ഓൾ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെറൈറ്റി ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഗീ സ്പൈസി പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സംഭവം അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്താൽ നിങ്ങൾ ഈ ഒരു റെസിപ്പിൻ്റെ ഫാനായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പിനെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇവിടെ RKG ബ്രാൻഡിൻ്റെ ഗീ ആണ് കേട്ടോ. RKGനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളൊക്കെ ചെറുതാകുമ്പോൾ മുതൽ ഇതുവരെ ഏത് ബ്രാൻഡിൻ്റെ ഗീയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒക്കെ മനസ്സിൽ ഓടിയെത്തുന്ന പേര് RKG തന്നെയാണ്. RKGനോട് എനിക്കൊരു നോസ്റ്റു ഫീലിംഗ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ചെറുതാവുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ ഏത് ഫംഗ്ഷനും RKG ഗീ ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ആവില്ല എന്ന്. സംഭവം ശരിയല്ലേ? ഒരു പായസത്തിനും ബിരിയാണിക്കും അങ്ങനെ എല്ലാ റെസിപ്പീസിനും RKG തന്നെ വേണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ പ്രോൺസിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാപ്ഷനിലുണ്ട്. അതിനുശേഷം ഒരു പാനിലോട്ട് ഗീ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് സ്പൈസസും വെജസും കുറച്ച് മസാല പൗഡേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളവും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതിലോട്ട് ലെമൺ സ്ക്യൂസ് ചെയ്യുക. സംഭവം റെഡിയായി. അപ്പോൾ നമ്മളെ ഗീ ആണ് കേട്ടോ ഞാനിവിടെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഓയിൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. കാരണം ഗീക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ആക്കി തരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഗ്ലോയിങ് സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.